യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോക്ക് വന്ന കമന്റ് ആട്ടോ സ്വയം പൊക്കിന്ന്. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എവിടാണ് ഞാൻ പൊക്കി പറഞ്ഞതെന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളത്. മേ ബി അതായിരിക്കും അങ്ങനെ ഒരു കമന്റ് വരാൻ കാരണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര വലിയ ആർട്ടിസ്റ്റ് അല്ലാന്നും ഇപ്പോഴും ആർട്ടിനെ കുറിച്ചും അതേപോലെ ഓരോ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ ഒരു വരയ്ക്കാന്നുള്ളത് എനിക്ക് ജന്മനാ കിട്ടിയൊരു കഴിവൊന്നല്ല, ഞാനത് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിവാണ്. ഇപ്പൊ ഞാൻ എത്തിക്കുന്ന സ്റ്റേജിൽ ഞാൻ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും വേണം, എങ്കിലേ അത് പെർഫെക്റ്റ് ആവും. അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു കമന്റ് ഞാൻ ഇവിടെ പറഞ്ഞത് ആ കമന്റ് നെഗറ്റീവ് ആണെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരാളെ നെഗറ്റീവ് ആക്കി കാണിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനും ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നൊരു റിയലിസ്റ്റിക് ആയി ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ചാർക്കോൾ പെൻസിൽ വെച്ചാണ് ഈ ഡ്രോയിങ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരാളുടെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ആ ചിത്രത്തിന് ജീവൻ കൊടുക്കുന്നത് അവരുടെ ഐസ് ആയിരിക്കും. ഒരു മനുഷ്യന്റെ ഇമോഷൻസ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ കണ്ണിന് പറ്റും. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ്സിൽ നമ്മൾ കണ്ണ് വരയ്ക്കുമ്പോൾ അത്രയും ശ്രദ്ധ കൊടുക്കണം. ചാർക്കോൾ പെൻസിലിൽ സോഫ്റ്റും മീഡിയം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ്സ് കൊടുക്കാനാണെങ്കിൽ വൈറ്റ് ജെൽ പെന്നും മോണോസീറോ ബ്രേസറും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓരോ ചിത്രം വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യണ മെത്തേഡ്സും അതിന്റെ ട്യൂട്ടോറിയൽസും വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ വരച്ച കണ്ണിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ.